അസ്സലാമു അലൈക്കും. വലൈക്കും അസ്സലാം. അപ്പോൾ ഹാരിക, നമ്മളിന്ന് നമ്മുടെ ഡ്രൈവിംഗ് എക്സാമിൻ്റെ ടൈമിൽ ആദ്യം നമ്മൾ ചെയ്യേണ്ട ഒരു 3-4 കാര്യങ്ങളെ കുറിച്ചാണ് നമ്മൾ എക്സ്പ്ലെയിൻ ചെയ്യുന്നത് കേട്ടോ. അതെ. അപ്പം ആദ്യം നമ്മൾ ഡ്രൈവിംഗ്, അതായത് എക്സാമിൻ്റെ ടൈമിൽ വണ്ടിക്കകത്ത് കയറി കഴിഞ്ഞാൽ ഇരിക്കുന്ന ഇൻസ്പെക്ടർ, അതായത് എക്സാമിനറെ നമ്മളൊന്ന് വിഷ് ചെയ്യാം. അസ്സലാമു അലൈക്കും പറയാം, ഗുഡ് മോർണിംഗ് പറയാം. അങ്ങനെ നമുക്ക് നാളെ വിഷ് ചെയ്യാം. ആൾ പറഞ്ഞ ശേഷം മാത്രമേ നമ്മൾ സീറ്റ്, മിറർ, സീറ്റ് ബെൽറ്റ് ഈ കാര്യത്തിലേക്ക് പോകാവുള്ളൂ. അപ്പോൾ സീറ്റ് അഡ്ജസ്റ്റ്മെന്റ് എന്ന് പറഞ്ഞാൽ 3 കാര്യങ്ങളാണ് മെയിനായിട്ട്. ഒന്ന് ഇരിക്കുന്നിടം, ഒന്ന് ചാരുന്നിടം, തല വെക്കുന്നിടം. അപ്പോൾ ഈ ഇരിക്കുന്നതിലേക്ക് നമുക്ക് വരാതെ വരും. സീറ്റ് അഡ്ജസ്റ്റ്മെന്റ് നമ്മൾ ചെയ്യാൻ ഇതൊരു സ്റ്റാൻഡേർഡ് സൈസാണ് പറയുന്നത്. ചിലരുടെ കാലിന് നീട്ടം കൂടുതൽ കാണും, ചിലരുടെ കൈക്ക് നീട്ടം കൂടുതൽ കാണും. അപ്പോൾ അതൊരു കംഫോർട്ട്, നമ്മുടെ കംഫോർട്ട് തന്നെ അൾട്ടിമേറ്റ്. പക്ഷേ ഇതൊരു സ്റ്റാൻഡേർഡ് സൈസാണ് ഞാൻ പറഞ്ഞത് കേട്ടോ. അപ്പോൾ പയ്യെ നമ്മൾ ബ്രേക്ക് പ്രസ് ചെയ്യുമ്പോൾ നമ്മുടെ ഈ ഭാഗം, ഈ കാലിൻ്റെ ഈ ഭാഗം നേരെ വരണം. അതായത് ഇവിടെ ഇങ്ങനെ താഴേക്ക് പോകാനും മേളിലേക്ക് സ്ട്രെയിറ്റ് ആയിട്ടില്ല. അതുപോലെ ഒരു 4 വിരലിൻ്റെ ഡിസ്റ്റൻസ് നമ്മുടെ സ്റ്റിയറിംഗിൻ്റെ അടിയിൽ നിന്ന് നമ്മുടെ മുട്ട് വരെ ഒരു 4 വിരലിൻ്റെ ഡിസ്റ്റൻസ് നമ്മൾ മെയിൻറ്റെയിൻ ചെയ്യാം. ഇതാണ് നമ്മുടെ ഇരിക്കുന്നതിൻ്റെ അഡ്ജസ്റ്റ്മെൻറ്റ്. ഇനി രണ്ടാമത്തെ കാര്യം എന്ന് പറഞ്ഞാൽ നമ്മൾ ചാരുന്നിടത്തെ, അതിന് നമ്മുടെ ഈ റിസ്റ്റില്ലേ, ഈ റിസ്റ്റ് ഭാഗം നമ്മുടെ സ്റ്റിയറിംഗിൻ്റെ ടോപ്പിൽ നിന്ന് വെച്ച് പോകും. അപ്പോൾ എൻ്റെ ഈ ബാക്കി ഗ്യാപ്പ് കണ്ടോ, ആ ഗ്യാപ്പ് വരാൻ പാടില്ല. അതായത് നമ്മൾ ചാരുന്നിടത്തെ ഗ്യാപ്പ് വരാൻ പാടില്ല. അപ്പോൾ ആ ഒരു ഗ്യാപ്പ് നമ്മളൊന്ന് ഫില്ല് ചെയ്ത് കൊടുക്കുക. ആ ഗ്യാപ്പ് ഫില്ല് ചെയ്താൽ നമുക്ക് ആ ഒരു നമ്മുടെ സ്റ്റിയറിംഗ് പിടിക്കുന്ന രീതിക്കും നമ്മുടെ മിറർ അഡ്ജസ്റ്റ്മെൻറ്റിനും നമ്മുടെ ഹസാർഡ് ഓൺ ചെയ്യാനും എല്ലാം നമുക്ക് ഈ ഒരു ഗ്യാപ്പ് കറക്റ്റ് ആയിരിക്കും. ഇനി മൂന്നാമത്തെ കാര്യം ഇതെന്താ പറയുമോ, ഹെഡ് റെസ്റ്റ് എന്ന് എല്ലാവരും പറയും. അതായത് ഹൈവേയിലൊക്കെ പോകുമ്പോൾ റെസ്റ്റ് എടുക്കാനുള്ള സാധനമല്ല, നമ്മുടെ ആക്സിഡൻറ്റോ കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ നമ്മുടെ നെക്കിനുള്ള പ്രൊട്ടക്ഷനാണ്. അതാണ് ഹെഡ് റെസ്റ്റ് കേട്ടോ. അത് ഈ ചെവിയുടെ ടോപ്പ് ഇതിൻ്റെ മിഡിൽ വരുന്നതാണ് അതിൻ്റെ സ്റ്റാൻഡേർഡ് സൈസ് പറയുന്നത്. നമ്മുടെ ചെവിയുടെ ടോപ്പ് ഇതിൻ്റെ മിഡിലായിട്ട് വരുന്നത്, അതാണ് സ്റ്റാൻഡേർഡ് സൈസ് കേട്ടോ. അപ്പോൾ ഇതാണ് സീറ്റ് അഡ്ജസ്റ്റ്മെൻറ്റ്. ഇനി ഇത് കഴിഞ്ഞാലാണ് നമ്മൾ മിററിലേക്ക് വരുന്നത്. അടുത്ത സ്റ്റെപ്പ് എന്ന് പറഞ്ഞാൽ നമ്മുടെ മിറർ അഡ്ജസ്റ്റ്മെൻറ്റ്സ് ആണ്. അപ്പോൾ മിറർ അഡ്ജസ്റ്റ്മെൻറ്റ് എന്ന് പറഞ്ഞാൽ ആദ്യം നമുക്ക് സെൻറ്റർ മിറർ നോക്കാം. സെൻറ്റർ മിറർ നമ്മൾ അഡ്ജസ്റ്റ് ചെയ്യേണ്ട രീതി തന്നെ ഇങ്ങനെ പിടിക്കുക. ഇങ്ങനെ പിടിച്ച് കഴിഞ്ഞാൽ നമ്മുടെ ഈ സൈഡ് ബ്ലൈൻഡ് ആവും. ഇങ്ങനെ പിടിച്ച് കഴിഞ്ഞാലും ഈ സൈഡ് ബ്ലൈൻഡ് ആവും. 2 കൈ പിടിച്ച് കഴിഞ്ഞാൽ ചിലപ്പോൾ ഊരിപ്പോരും. അപ്പോൾ നമുക്ക് എപ്പോഴും ഇങ്ങനെ പിടിക്കുന്നതാണ് കംഫോർട്ട്. ഇങ്ങനെ പിടിച്ചിട്ട് നമ്മൾ ബാക്കിലെ ആ ഗ്ലാസിൻ്റെ ആ ഹൊറിസോണ്ടൽ പാർട്ട്, ആ 2 ഹൊറിസോണ്ടൽ പാർട്ട്, ബാക്ക് ഗ്ലാസിൻ്റെ ഹൊറിസോണ്ടൽ പാർട്ട് 2ഉം വെർട്ടിക്കൽ പാർട്ടും നമുക്ക് കിട്ടണം. അതായത് ഈ മിററിലൂടെ നമുക്ക് ബാക്കിലെ ഗ്ലാസിന്റെ ഹൊറിസോണ്ടൽ പാർട്ടും വെർട്ടിക്കൽ പാർട്ടും കിട്ടണം. അത് കിട്ടിക്കഴിഞ്ഞാൽ നമുക്ക് കംഫോർട്ട് ആയിരിക്കും. ഇനി സൈഡ് മിററിലേക്ക് വന്നു കഴിഞ്ഞാൽ സൈഡ് മിററിന്റെ 20%, അതായത് സൈഡ് മിററിന്റെ 20% നമ്മുടെ വണ്ടിയുടെ സൈഡ് പോയി. ഇപ്പൊ നമ്മൾ പറയും ഒരു ഹാൻഡിൽ കിട്ടണം, 2 ഹാൻഡിൽ കിട്ടണം എന്ന് നമ്മൾ പറയും. ഈ വണ്ടിയുടെ മിററിന്റെ സൈസ് ആയിരിക്കില്ല വേറൊരു വണ്ടിയുടെ. ഇതിപ്പോൾ നമുക്ക്, അതായത് നമ്മൾ ഏതൊക്കെ വണ്ടി ഓടിക്കുന്നു ആ വണ്ടിയുടെ ഒക്കെ ഒരു സ്റ്റാൻഡേർഡ് ആയിട്ടുള്ളൊരു സൈസാണ് ഞാൻ പറഞ്ഞിരുന്നത്. 20% വണ്ടിയുടെ സൈഡ്, ബാക്കി ആ പുറത്തേക്ക് നിൽക്കുന്ന 80% നേരെ പകുതിയാക്കിയിട്ട് പകുതി ആകാശം, ബാക്കി പകുതി താഴേക്ക്. അത് റൈറ്റ് സൈഡും ലെഫ്റ്റ് സൈഡും സൈഡ് മിററിൻ്റെ കറക്റ്റ് അളവാണ്. അത് എല്ലാ വണ്ടിയിലും യൂസ്ഫുൾ ആണ്. 20% എന്ന് പറഞ്ഞാൽ ഏകദേശം 20% എന്ന് പറയുമ്പോൾ ഏകദേശം ആ സൈഡ് മീൻസ് ആ മിററിൻ്റെ ഓൾ ടോട്ടൽ 20% നമുക്ക് സൈഡ് കിട്ടണം, വണ്ടിയുടെ സൈഡ് കിട്ടണം. 80% വെളിയിലേക്ക്, 80 നേരെ പപ്പാതിയാക്കി പകുതി ആകാശം പകുതി താഴേക്ക്. അതാണ് അതിൻ്റെ അളവ്. ഇതാണ് സൈഡ് മിറർ. ഓക്കെ. ഇനി അടുത്ത പരിപാടിയാണ് സീറ്റ് ബെൽറ്റ്. അതായത് ഇത്രേ ഉള്ളൂ. സീറ്റിനനുസരിച്ച് നമ്മൾ മിറർ സെറ്റ് ചെയ്യുക, മിററിനനുസരിച്ച് നമ്മൾ സീറ്റ് ബെൽറ്റ് ഇടുക. മിററിനും സീറ്റിനും അനുസരിച്ച് നമ്മൾ സീറ്റ് ബെൽറ്റ്. ഇതാണ് SMS എന്ന് ഓർത്താൽ മതി. അതായത് വണ്ടി സ്റ്റാർട്ട് ചെയ്യുമ്പോൾ നമ്മുടെ മൈൻഡിൽ SMS എന്ന് റിമൈൻഡ് ചെയ്താൽ മതി. 3ന്റെ ആദ്യത്തെ അക്ഷരമാണ് സീറ്റ്, മിറർ, സീറ്റ്. ഒരു ടിപ്പാണ്. ഇതാണ് നമ്മൾ ഫസ്റ്റ് സ്റ്റെപ്പ്. അത് കഴിഞ്ഞ് അവർ പറയുന്ന രീതിയിൽ മീൻസ്. അപ്പോൾ ഇതാണ് നമ്മുടെ ഒരു ഇത് നിങ്ങൾക്ക് എല്ലാവർക്കും ഒരു ഉപകാരപ്പെടും എന്ന് കരുതുന്നു.